എന്തായാലും സുനിഷ, അവിടെ ഒരു ഉദ്യോഗാർത്ഥി നമ്മളോട് പ്രതികരിക്കാനായി ചേരുന്നുണ്ട്. ഹനീനയാണ് ചേരുന്നത്. ഹനീന, നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. നിങ്ങളുടെ ഒരു സാഹചര്യം മനസ്സിലാക്കുകയാണ്. അതായത് സമരത്തിലേക്ക് വരെ എത്തേണ്ടി വന്ന സാഹചര്യം. ഇനി ദിവസങ്ങളേ ഉള്ളൂ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ. ഈ അവസാന നിമിഷത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് ഇപ്പോഴും സർക്കാരിനോട് ചോദിക്കാനുള്ളത്, ഞങ്ങൾക്ക് നീതി തീർച്ചയായിട്ടും തരണം. കാരണം നമ്മൾ പരീക്ഷ എഴുതി വന്ന ഉദ്യോഗാർത്ഥികളാണ്. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഞങ്ങൾക്ക് ജോലി പരീക്ഷ എഴുതാണ്ട് ജോലി നമുക്ക് ഒരിക്കലും കിട്ടില്ല, അറിയാം. പക്ഷെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ എടുത്ത ആ ടൈം, വിലപ്പെട്ട ഞങ്ങളുടെ സമയം, കാരണം ഓരോ പരീക്ഷയ്ക്കും ഓരോ ഏജ് ഉണ്ടായിരിക്കും. ഈ സിവിൽ പോലീസ് എന്നൊരു തസ്തികയ്ക്ക് അറിയാം, ഒരു 26 വയസ്സാണ് ജനറൽ. അവിടെ നിൽക്കുന്ന ഓരോ കുട്ടികളും, അല്ലെങ്കിൽ ജനറൽ ലിസ്റ്റിലുള്ള ഓരോ കുട്ടികൾക്കും 26 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ഈ എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇപ്പോൾ SC, മുസ്ലിം, അല്ലെങ്കിൽ ഓരോ കാറ്റഗറി ഉണ്ട്. അവർക്ക് മാത്രമേ ഏജ് റിലാക്സേഷൻ ഉള്ളൂ. അപ്പോൾ എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളും ഒരേപോലെ വിഷമത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം കേവലം ഇനി ദിവസങ്ങൾ മാത്രമേ ഞങ്ങളുടെ ലിസ്റ്റ് അവസാനിക്കാനുള്ളൂ. എനിക്ക് ഞാനിപ്പോൾ 2-ാം തീയതി മുതൽ നിരാഹാരം അനുഷ്ഠിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഇതിൽ കൂടുതൽ ശക്തിയിൽ പറയാനെ കൊണ്ട് സാധിക്കില്ല. കാരണം 2-ാം തീയതി മുതൽ ഒരാഹാരവും ഞങ്ങൾ കഴിച്ചിട്ടില്ല. കാരണം അറിയാലോ, കാരണം ഞങ്ങളുടെ സമരത്തിന് അത്രയും അത്രയും സത്യസന്ധതയോടുകൂടി ഞങ്ങൾ നിൽക്കുന്നത്. ഒരു പാർട്ടിയുടെയും പിന്തുണ ഇല്ലാണ്ടാണ് ഞങ്ങൾ ഉദ്യോഗാർത്ഥികൾ ഇതുവരെ ഇപ്പോൾ ഈ മഴയത്ത്, അവിടെ ഞാൻ വരുന്ന സമയത്തും എല്ലാ ഉദ്യോഗാർത്ഥികളും മഴയും കൊണ്ട് ഒരു ടാർപ്പായുടെ അടിയിലാണ് നിൽക്കുന്നത്. കാരണം അത്രയും ഞങ്ങൾക്ക് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ഒരു പരീക്ഷ നടത്തിയിട്ട് ഒരു 60% എക്സാമിൽ ഞങ്ങളെ നടത്തിയൊരു ജോലി എടുക്കാണ്ട് പിന്നെ എന്തിനാണ് പുതിയ നോട്ടിഫിക്കേഷൻ PSC ഇറക്കുന്നത്? ഇപ്പം ഞങ്ങൾ ഇത്രയും പേര് എടുത്തിട്ടില്ല. പക്ഷെ പുതിയ നോട്ടിഫിക്കേഷൻ വന്ന കുട്ടികളുടെ ഫിസിക്കൽ കഴിഞ്ഞു, അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ നിൽക്കുന്നു. 1 ഇയർ കാലാവധിയുള്ളൂ. പക്ഷെ നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ പറയണത് എന്താ? നിങ്ങൾക്ക് ഇവിടെ ഒഴിവൊന്നുമില്ല. കഴിഞ്ഞ ലിസ്റ്റിന് മുൻകൂട്ടി ആനുപാതികമായിട്ട് ജൂൺ വരെയുള്ള വേക്കൻസി കൊടുത്തു, നിങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾ ആരോടാ ചോദിക്കണ്ടേ? ഞങ്ങൾ ഈ 11 മാസം ഞങ്ങൾ സെക്രട്ടറിയിൽ കയറി ഇറങ്ങാത്ത ദിവസങ്ങളില്ല. 11 മാസം ഞങ്ങൾ കാണാത്ത MLA-മാരില്ല. ഒരു നേതാക്കന്മാരെ പോലും ഞങ്ങൾ വിട്ടിട്ടില്ല. എത്ര അപേക്ഷകളുടെ കണക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല. 1000-ഓളം നിവേദനങ്ങൾ ഞങ്ങളുടെ അവിടെ കുന്നുകൂടി കിടക്കുന്നുണ്ട്. 1000-ഓളം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 11.25 മാസം ഞങ്ങൾ കൊടുത്തത് അവിടെ അട്ടിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഇവർ പറഞ്ഞിരുന്നത്, നിങ്ങൾ നോക്ക്, ലിസ്റ്റ് കഴിയാറാവും, വരും. അങ്ങനെ പലരും ഞങ്ങൾക്ക് പ്രതീക്ഷ തന്നു. അപ്പോഴും ഞങ്ങൾ വിചാരിച്ചു ഏപ്രില് സാമ്പത്തികമായിട്ട് അങ്ങനത്തെ ഒരു സമയത്തോടെ ഞങ്ങളെ പരിഗണിക്കും, കേരളം സാമ്പത്തിക ബജറ്റൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങളെ പരിഗണിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ തെറ്റി. വെറും 19 വേക്കൻസിയെ ഞങ്ങൾക്കിപ്പോൾ ലാസ്റ്റ് അനുവദിച്ചിട്ടുള്ളൂ. അതായത് 674 മെയിൻ ലിസ്റ്റും 292 സപ്ലൈ ലിസ്റ്റ് അടങ്ങുന്ന ഒരു ലിസ്റ്റിൽ ഒരു 60% പോലും നിയമനം നടന്നിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിലെ ലിസ്റ്റ് നോക്കിയിട്ടാണല്ലോ നമ്മൾ എക്സാമുകൾ എഴുതാനായിട്ട് നമ്മൾ പരിഗണിക്കുക. ഇപ്പൊ നമ്മളാണെങ്കിലും നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ കൊല്ലം ഇത്ര ആളെടുത്തു, അതിന് തൊട്ട് മുന്നത്തെ കൊല്ലം ഇത്ര ആളെടുത്തു, അപ്പൊ എനിക്ക് ഇത്ര മാർക്ക് ഉണ്ട്. ഞാൻ ഫിസിക്കലി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഐറ്റമാണ് ഈ 8 ഐറ്റം. കാരണം ഒരിക്കലും 5 ഐറ്റം മാത്രം ഒരു പ്രാക്ടീസ് ചെയ്ത ഉദ്യോഗാർത്ഥിക്ക് സിവിൽ പോലീസ് എന്നുള്ള ഒരു തസ്തികനെ ഫേസ് ചെയ്യാൻ പറ്റില്ല. ഈ 8 ഐറ്റം പാസ്സായി നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ പ്രഷറിൽ നമ്മൾ ഏത് ഐറ്റം പാസ്സാവണം നമുക്കറിയില്ല. അതുകൊണ്ട് ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ഓട്ടം, 200 മീറ്റർ, ഷോർട്ട് പുട്ട് ത്രോ ബോൾ, ഇങ്ങനെ എല്ലാ ഐറ്റം പഠിച്ച് 6 മാസത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇത് മുഴുവൻ പാസ്സായി കിട്ടുന്നത്. ഇപ്പൊ ഇതിനു മുന്നേ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബോഡി ബിൽഡറിനെ സംബന്ധിച്ച് അവിടെ ഒരു ഐറ്റം തോറ്റ കഥ. ഇപ്പൊ ഞങ്ങളെപ്പോലെ ഡെലിവറി കഴിഞ്ഞവരും, അല്ലെങ്കിൽ ഇത് പ്രതീക്ഷിച്ചിരുന്നിട്ട് ഇത്ര കഷ്ടപ്പെട്ട് മെന്റലി ഡൗൺ ആയിരുന്നിട്ട് ടെൻഷൻ കയറിയിട്ടൊക്കെ ഇത് പാസ്സായിട്ട് നമുക്ക് ജോലി കിട്ടാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റബിളേ അല്ല. ഒരിക്കലും ഞങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ തിരുവനന്തപുരം പോലുള്ള ഒരു സിറ്റിയിൽ വന്ന് ഈ വെയിലും മഴയും കൊണ്ട് കിടക്കുന്ന ഒരിക്കലും ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം 11 മാസം ഞങ്ങൾ സർക്കാരിനെ അത്രത്തോളം ഞങ്ങൾ വിശ്വസിച്ചു. കാരണം നമ്മൾ മുൻ നിയമനങ്ങളാണോ നമ്മൾ നോക്കുക.
അപ്പൊ ഈ 1016 വേക്കൻസി, 815 വേക്കൻസി, 716 വേക്കൻസിയിലൊക്കെ മുൻ വർഷങ്ങളെ നിയമനം നടന്നിട്ട് ഞങ്ങൾ വന്ന ലിസ്റ്റിൽ മാത്രം 232 ഫ്രഷ്, അതായത് 232 ഫ്രഷ് വേക്കൻസി മാത്രമേ ഗവൺമെന്റ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ. അതല്ലാതെ ഞങ്ങളെടുത്ത NJDs ഒക്കെ കൂട്ടിയിട്ടാണ് ഇപ്പോഴുള്ളൊരു 260. തീർച്ചയായും ഹനീന വിശദമായി കേൾക്കുക തന്നെയായിരുന്നു. എന്തായാലും ഇത് മനസ്സിലാവും നമുക്ക്. വല്ലാത്തൊരു ബുദ്ധിമുട്ടിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. കാരണം എത്രയോ കാലത്തെ കഠിനാധ്വാനം കൊണ്ടാണ് ഒരു റാങ്ക് ലിസ്റ്റിലൊക്കെ കയറുന്നത് നമുക്കറിയാം. എത്രത്തോളം ബുദ്ധിമുട്ടിയായിരിക്കും നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവുക. പലരും, നമ്മൾ തന്നെ ഈ വിഷയം പലതവണ ചർച്ചയ്ക്കെടുത്തതാണ്. പലതവണ ഇത് അധികാരികൾക്ക് മുന്നിൽ കൊണ്ടുവരാനും ശ്രമിക്കുകയാണ്. പക്ഷേ ഇത് അവസാന നിമിഷത്തോടടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഞങ്ങള് പലപ്പോഴും പോയി ചോദിക്കുമ്പോൾ അവര് പറയണ മറുപടി ഞങ്ങളെ പല തരത്തിലും ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു. ആദ്യമൊക്കെ പറയുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കണമെങ്കിൽ വേക്കൻസി വരും. കാരണം സ്ത്രീ പ്രാതിനിധ്യം ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ വാദിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15% ഉയർത്തും. കാരണം നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, കുട്ടികളുടെ ലൈംഗിക അതിക്രമങ്ങൾ, അതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു സിറ്റിയിൽ ഒരു പ്രശ്നം നടന്ന് ഓടി വരെ എത്ര സിവിൽ പോലീസ് ഓഫീസേഴ്സിന്റെ ഇവിടെ വനിതകൾ വളരെ ചുരുക്കമാണ്. അപ്പൊ ഞങ്ങളൊരു പ്രതീക്ഷയിലായിരുന്നു മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് വിനയായിട്ട് വന്നത് വിനയാണോ അത് നല്ലതിനാണോ എന്നൊന്നും ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ഞങ്ങളുടെ ലിസ്റ്റ് വന്നപ്പോൾ 1:9 എന്നൊരു ഒരു അനുപാതം വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ലിസ്റ്റ് വന്ന് 6-ാം മാസമാണ് 1:9 എന്നൊരു അനുപാതം ഞങ്ങളുടെ ലിസ്റ്റിലേക്ക് വന്നത്. അതായത് 1000 സാധാ പുരുഷന്മാരെ എടുത്താൽ മാത്രമേ 100 വനിതകൾ എടുക്കുള്ളൂ എന്നൊരു പ്രൊപ്പഷൻ വന്നു. നിലവിലിപ്പോൾ ഞങ്ങൾക്ക് ഒരു ഫ്രഷ് വേക്കൻസി പോലും ഞങ്ങൾക്ക് വരുന്നില്ല. വളരെയധികം സങ്കടമുണ്ട്. കാരണം ഞങ്ങളിപ്പോഴും കൈ കൂപ്പിയിട്ടാണ് സർക്കാരിനോട് ചോദിക്കുന്നത്, ഞങ്ങളെ പോലെ പഠിച്ച് പരീക്ഷ എഴുതിയ കുറച്ച് പേര് നിങ്ങൾ ഒരിക്കലും പരിഗണിക്കാതിരിക്കരുത്. കരയരുത് ഹനീന, വിഷമിക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു നോക്കാമെന്നാണ്. നിങ്ങളുടെ സമരം ഇപ്പോൾ ശക്തമായി തന്നെ തുടരുകയാണ്. കരയാതിരിക്കൂ. മനസ്സിലാവും, നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് പേർ കമൻറ്റുകളായി ഹനീനയെ പോലുള്ള ഒരുപാട് പേർ ഇത് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അവസാന നിമിഷത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെയാണ് അധികാരികളോട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹനീന വിഷമിക്കരുത്, നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് തന്നെ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം. ഇത് അധികാരികളുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്യാം. അവസാന നിമിഷത്തിലെങ്കിലും നിയമനം മാഡം നമ്മള് വിവരാവകാശം ഒരിക്കലും ഈ ഒരു എന്താ പറയാ, ഈ നിമിഷത്തിൽ വിവരാവകാശം ഒരിക്കലും നമുക്ക് കള്ളത്തരം പറയില്ലല്ലോ. ഞങ്ങള് ഇത്രയും വിവരാവകാശം വെച്ചിട്ട് 574 വേക്കൻസി വിവരാവകാശത്തിൽ കാണിച്ചിട്ട് പോലും നിങ്ങൾക്ക് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പോലും ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. കാരണം നമ്മൾ ഓരോ സ്റ്റേഷനിലും ജില്ലാ വൈസ് നമ്മൾ കയറി ഇറങ്ങി നടന്ന ആരട്ടെ വെച്ചിട്ട് 574 വേക്കൻസി നമുക്ക് കാണിക്കുന്നുണ്ട്. ഇത് പോയി ചോദിക്കുമ്പോൾ അധികാരികൾ പറയുന്ന മറുപടി വളരെ വിചിത്രമാണ്. കാരണം മുൻകൂട്ടി പഴയ ലിസ്റ്റിന് കൊടുത്തു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇനി അടുത്ത ലിസ്റ്റ് വരുന്നുണ്ട്, അവർക്ക് എന്ത് കൊടുക്കും? അല്ലെങ്കിൽ ഞങ്ങള് ഇത്രയും പേര് 300 റാങ്കുള്ളവർ ഇപ്പൊ ജോലിക്ക് കയറിയിട്ടില്ല. 400, എനിക്കൊക്കെ 400ആണ്, ഞാൻ കയറിയിട്ടില്ല, എന്റെ കീഴിലുള്ളവർ കയറിയിട്ടില്ല. അങ്ങനെ 400 അല്ലെങ്കിൽ 500 പേരോളം പേര് ഇനിയും ജോലി പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. കാരണം ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങൾ ജീവിക്കുന്നിടത്ത് ഞങ്ങൾ നേരിടുന്ന ചോദ്യങ്ങൾ, ഇതുവരെ ജോലിയായില്ലേ, ഫിസിക്കലിന് പോയിട്ട് ഇപ്പൊ എന്തായി, അതിന്റെ അത്രയും ഞങ്ങൾ അത്രയും വിഷമം സഹിച്ചിട്ടാണ് 2022 മുതൽ ഞങ്ങൾ ലിസ്റ്റിന്റെ പിന്നാലെ ഫിസിക്കലി ഒന്നും പറഞ്ഞ് നടന്നിട്ട് ഞങ്ങൾക്ക് LDC പോലും പഠിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അങ്ങനെ സാധ്യതയുള്ള ഒരു ജോലി ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ അത്രയും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയില് ഇനിയും ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾക്ക് ചോദിച്ചിട്ടാണ്. ഞങ്ങൾക്ക് ഇനിയുള്ള പരീക്ഷകളൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ ദയവായി ഇത് ഏതെങ്കിലും അധികാരികൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫുള്ള് ലിസ്റ്റ് തികച്ചെടുക്കണമെന്ന് ഞങ്ങൾ എവിടെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറയൂല. പക്ഷെ ഒരു ലിസ്റ്റിന്റെ ആനുപാതികമായിട്ട് ഒരു എന്താ പറയാ, ഒരു മാന്യമായ രീതിയിൽ എടുത്തിട്ട് 1% എടുത്തു നിർത്തണം ഇപ്പോഴും നീതിയുമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും ഹനീന വിശദമായി തന്നെ സംസാരിക്കുകയായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ നിയമനം നടത്താൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയധികം ആളുകളെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കുന്നതും ഇത്രയധികം ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നതും എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇവരെല്ലാം പ്രതീക്ഷകളാണ്. ഈ പ്രതീക്ഷകളിലാണ് ഇവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടി നമ്മളെല്ലാം ഒരുമിച്ച് അധികാരികളോട് പറയുക തന്നെയാണ്. എന്തായാലും ആ സമരം ശക്തമായി തന്നെ അവർ തുടരുകയാണ്. അത് 3ാമത്തെ ദിവസത്തിലേക്കും എത്തിയിരിക്കുന്നു. എന്തായാലും ഈ നിമിഷത്തിൽ ഈ വിഷയത്തിൽ വിശദമായി തന്നെ പ്രതികരിച്ചതിന് നന്ദി ഹനീന. നമ്മളൊപ്പം ചേർന്ന് ഒരുപാട് പേരുടെ ശബ്ദമായതിന് നന്ദി. നമ്മൾ മറ്റൊരു കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ വിഷയത്തിലേക്ക് തന്നെയാണ് പോകുന്നത്.